കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ ഒരു ദിവസം ഒരു നോമ്പെടുക്കണം എന്നുള്ളത്. ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാനിന്ന് നോമ്പെടുക്കാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. രാവിലെ എഴുന്നേക്കാൻ വെച്ച എല്ലാവരും അടിക്കുന്നതിന് മുന്നേ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ രാവിലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ തന്നെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെഡും ഏത്തക്കയും അങ്ങനെ കുറച്ച് സാധനങ്ങളാട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ എല്ലാം റെഡിയായി കിട്ടിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സമയം പോകുന്നതിന് മുന്നേ കഴിക്കാനായിട്ട് ഇരുന്നായിരുന്നു. ഈ ഒരു സമയത്ത് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത്യാവശ്യം വെള്ളമൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ കിടക്കാനായിട്ട് പോയിട്ടോ. വർക്കിംഗ് ഡേ അല്ലാത്തതുകൊണ്ട് തന്നെ ഫോണും നോക്കി കടന്നും തന്നെയാണ് കേട്ടോ സമയമൊക്കെ കളഞ്ഞ്. ഏകദേശം നോമ്പ് തുറക്കാൻ സമയമായപ്പോൾ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന താത്ത അവിടുത്തെ ഇഫ്താർ വിരുന്നിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നോമ്പ് തുറക്കാൻ അവരുടെ കൂടെ ആണ് കേട്ടോ കൂടിയത്. അങ്ങനെ പള്ളിയിൽ നിന്നുള്ള ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നോമ്പ് തുറക്കാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. ഈന്തപ്പഴം കഴിച്ചിട്ടായിരുന്നു കേട്ടോ നോമ്പ് മുറിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ജ്യൂസുകളും ഫ്രൂട്ട്സും സ്നാക്സും ഒക്കെ ആയിട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ തരിക്കഞ്ഞി ആയിരുന്നു കേട്ടോ. നമ്മുടെ പായസമൊക്കെ പോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറന്നതിന് ശേഷം എല്ലാവരും നിസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ താത്തയുടെ ഒപ്പം ഇവിടെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. ശേഷം നമ്മൾ സെക്കൻഡ് റൗണ്ട് ഫുഡ് അടിയിലേക്ക് കടന്നു കേട്ടോ. പത്തിരിയും പൊറോട്ടയും ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഓൾറെഡി വയറ് നിറഞ്ഞിരുന്ന കാരണം കഴിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പരിചയപ്പെട്ട ഇത്തമാരാണ് കേട്ടോ അവരൊക്കെ. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ അവരെ. കുറെ പേരൊക്കെ എന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്നോട് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും യാത്രയും പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോന്നു കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഓൾ.